സർപ്രൈസിംഗ്ലി ഇറ്റ്സ് ഷോക്കിംഗ് ആൻഡ് ഹാപ്പിയാണ്. ബിക്കോസ് എഫോർട്ടിനകത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരുന്നു. സോ പെട്ടെന്ന് അതും ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്താണ് അത് കേട്ടത്. അത് ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ വീട്ടുകാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഞാൻ ജയിക്കും എന്നുള്ളത്. പിന്നെ അപ്പിയർ ചെയ്ത ആരും അങ്ങനെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു പുതിയതൊരു എക്സാം ആർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാനില്ല. ഇവിടെ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ് ഐ തിങ്ക് ആ എക്സാം ഡേ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് കോൺഫിഡൻസ് ഇവിടുത്തെ മെമ്പേഴ്സ് എനിക്ക് തരുമായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇതായിരുന്നു. ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ഭയങ്കര സോഫ്റ്റ് ആണ്. ഈസി ആക്സസിബിലിറ്റിയുടെ ഒപ്പം തന്നെ നമുക്കൊരു ബ്രേക്ക് ഉണ്ടായല്ലോ. ബ്രേക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ലായിരുന്നു. അവർ ക്ലാസ് എടുക്കുമ്പോൾ സിനാറിയോ ബേസ് ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഠിച്ചു പോയ കാര്യങ്ങളാണ്. റിവ്യൂ ചെയ്യുക, പുറകെ കുറച്ച് നടന്നാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആലോചിച്ച് എഴുതാനായിട്ടുള്ള സമയം നന്നായിട്ട് കിട്ടുന്നുണ്ട്. 4 hours ഉണ്ടായിരുന്നു നമുക്ക്. എല്ലാം സെറ്റായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു ഇവിടെ വന്നിട്ട്. ബിക്കോസ് എല്ലാ കാര്യങ്ങളും ആ റൂമിൻ്റെ അകത്തുകൊണ്ട് ക്യാമറാസും ലാപ്പ് സൈറ്റ് ഇതെല്ലാം അവരെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് അതൊന്ന് ചെക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. EduIn4U ഈ എക്സാം ഞാൻ പാസ്സാവുന്നില്ല ഏറ്റവും വലിയ ഒരു 55% എനിക്ക് തോന്നുന്നു ഇവരുടെ എഫേർട്ടാണ്. ബാക്കി എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ EduIn4Uവിൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ചൂസ് ചെയ്ത EduIn4U തന്നെയായിരുന്നു. അത് ബെസ്റ്റ് തന്നെയായിരുന്നു. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, പോവാന്നുള്ളത് തന്നെയാണ്. Hi guys, I'm so happy to welcome Casper Savio. He is one of our CPNRE clients and he has passed CPNRE exam in his first attempt. Hi Casper. Hi. So Casper, എങ്ങനെയുണ്ടായിരുന്നു ആദ്യം CPNREയുടെ റിസൾട്ട് കണ്ടപ്പോൾ? വീട്ടിലും കാസ്പറിന് എന്ത് തോന്നി? ഷോക്കിംഗ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു എക്സാം. ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരുന്നു. സോ പെട്ടെന്ന് അതും ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്താണ് അത് കേട്ടത്. സർപ്രൈസിംഗ്ലി ഇറ്റ്സ് ഷോക്കിംഗ് ആൻഡ് ഹാപ്പിയാണ്. ബിക്കോസ് എഫോർട്ടിനകത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അതും പ്രതീക്ഷിക്കാത്ത റിസൾട്ടും കൂടി ആകുമ്പോഴത്തേനും ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. വീട്ടിലെല്ലാവരും റിസൾട്ട് കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? അത് ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ വീട്ടുകാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഞാൻ ജയിക്കും എന്നുള്ളത്. അപ്പോൾ അവർക്ക് അതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ മൊമെന്റ് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആദ്യം പറഞ്ഞില്ല, ഞാൻ ഫോർമൽസ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു ഷോക്കിംഗ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സർപ്രൈസ് ഇടാന്ന് ഓർത്തിട്ട് പിന്നീട് ഈവനിങ് വീട്ടിൽ ഡ്യൂട്ടി അതെ അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കാസ്പർ എങ്ങനെയാണ് നമ്മുടെ EduIn4U CPNRE കോച്ചിങ്ങിനെ പറ്റി അറിഞ്ഞത്? ഓഫ് കോഴ്സ് അത് ഫസ്റ്റ് ഞാൻ EduIn4U അറിയുന്നത് തന്നെ ആഡ് വഴിയിട്ടാണ്. നമ്മളിങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ആഡിൽ നിന്ന് വരുമല്ലോ. പക്കൂടത്തിൽ ഇങ്ങനെ EduIn4U ഇങ്ങനെ കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ സീനിയേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ക്യാൻഡേ പോയ കുറച്ച് സീനിയേഴ്സിന് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ ഒരു റിവ്യൂ എടുക്കുമ്പോൾ EduIn4U ഇങ്ങനെ ഒരു ഹൈപ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേനും ഒരു ബെറ്റർ ഓപ്ഷൻ EduIn4U എന്ന് പറഞ്ഞു. അങ്ങനെ സെലക്ട് ചെയ്തതാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ഏജൻസിയിലൊന്നും അങ്ങനെ ഫസ്റ്റിന് പോയിട്ടില്ല. ഫസ്റ്റ് ചൂസ് ചെയ്ത EduIn4U തന്നെയായിരുന്നു. അത് ബെസ്റ്റ് തന്നെയായിരുന്നു. കാസ്പർ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ CPNRE എക്സാം എഴുതാൻ പോയപ്പോൾ ടഫ് ആവുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ? ഓഫ് കോഴ്സ് നമ്മൾ ഈ റിവ്യൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും NCLEX RN അങ്ങനെ അപ്പിയർ ചെയ്ത ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. CPNRE അപ്പിയർ ചെയ്ത ആരും അങ്ങനെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു പുതിയതൊരു എക്സാം ആർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഒരു സിനാറിയോ എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആണല്ലോ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ആണെന്ന് അറിയില്ല. പക്ഷെ നല്ലൊരു കോച്ചിങ് ആയിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ് ഐ തിങ്ക് ആ എക്സാം ഡേ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പേടി അങ്ങ് മാറി കിട്ടി. എന്റെ പേടി ഞാൻ അറിയാതിരുന്നെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ളൊരു എപ്പോഴും വിളിച്ചിട്ട് കോൺഫിഡൻസ് തരുമായിരുന്നു. ഈവൻ ആ എക്സാം തൊട്ട് മുന്നേ വരെ ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ. നമ്മുടെ ഭാഗത്തുനിന്നുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, ബാക്കി നമുക്ക് കാണാന്നുള്ള രീതിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടുമായിരുന്നു. അത് തന്നെ ആ രീതിക്ക് നല്ല രീതിക്ക് കോൺഫിഡൻസ് ഇവിടുത്തെ മെമ്പേഴ്സ് എനിക്ക് തരുമായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അതും കൂടി ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കോൺഫിഡൻസിലാണ് എക്സാം എഴുതിയത്. സോ കാസ്പർ എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ CPNRE കോച്ചിങ്, നമ്മുടെ ട്യൂട്ടേഴ്സിന്റെ അപ്രോച്ച്, അവർ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് എങ്ങനെയുണ്ടായിരുന്നു? അവരുടെ ഒരു മെത്തഡോളജി എങ്ങനെയുണ്ടായിരുന്നു? നൈസ്. ബിക്കോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് 2 years ഗ്യാപ്പ് ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ പിന്നെ ജോബിൽ കയറുമ്പോഴത്തേനും നമ്മൾ ഭാഗത്തോട്ട് നമ്മൾ ഫോക്കസ്ഡ് ആവും. എല്ലാ കണ്ടും നമ്മൾ പിന്നെ റിവ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 4 years പഠിച്ച കാര്യങ്ങളിൽ ഒരു ഭാഗം മാത്രമേ നമ്മൾ പിന്നീട് ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 years ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ ഈ എൻ്റയർ പഠിച്ച കാര്യങ്ങൾ ഫുള്ള് നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടാണ് കുറച്ചും കൂടി. ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ആ ഒരു സിനാറിയോയിലാണ് ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ഭയങ്കര സോഫ്റ്റ് ആണ്. മീൻസ് നമുക്ക് എന്താ പറയുക, സോഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈസി ആക്സസിബിലിറ്റിയുടെ ഒപ്പം തന്നെ നമുക്കൊരു ബ്രേക്ക് ഉണ്ടായല്ലോ. ബ്രേക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ലായിരുന്നു. അവർ ക്ലാസ് എടുക്കുമ്പോൾ സിനാറിയോ ബേസ് ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ നമ്മളിങ്ങനെ ബ്ലൈൻഡ്ലി ഇരുന്ന് കാണപ്പടം പഠിക്കുന്നതിനെ കുറച്ചും കൂടി ഇതായിട്ട്
സിനാറിയോ ബേസ് ആയിട്ട് പറയുമ്പോൾ കുറച്ചും കൂടി റിലേറ്റ് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അതുപോലെ കണ്ടന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിരുന്നെങ്കിൽ പോലും നമുക്ക് നോട്ട്സ് എഴുതാൻ പറയുമായിരുന്നു. നിർബന്ധിച്ച് നോട്ട്സ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര മടിയാണ് നോട്ട് ചെയ്താന്നുള്ളത്. പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ പക്ഷെ മാം നിർബന്ധിച്ച് എഴുതിക്കുന്നു. അപ്പോൾ നമ്മൾ ചില പോയിന്റ്സ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് മാം പറയുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അതൊരു പോയിന്റ്. പിന്നെ മാം തരുന്ന PDF ഉണ്ടായിരുന്നു, ഭയങ്കര കൺസീസ് ആയിട്ട്, പക്ഷെ പോയിന്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാം മാം ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ആ കണ്ടന്റ് നമുക്ക് ഫുൾ ഓർത്തെടുക്കാൻ പറ്റും. റിവൈസ് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു ആ PDF ആണെങ്കിലും പിന്നെ മാം പറഞ്ഞ നോട്ട്സിലെ പോയിന്റ്സ് ആണെങ്കിലും എവരിത്തിങ് കൺസീസ് ആയിട്ട് എന്നാൽ നമുക്ക് ആവശ്യമില്ല അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരുന്നു തന്നിരുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ ചെയ്താൽ തന്നെ നമുക്ക് ആ ലിങ്കിൽ പോയിട്ട് റെക്കോർഡ് ക്ലാസ് പിന്നീടാലും കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എവരിത്തിങ് എന്താ നമുക്കൊരു ഈസി ആക്സസ് ആയിരുന്നു, കണ്ടന്റിലോട്ട് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ എവരിത്തിങ്. കാസ്പർ എങ്ങനെ ലീവ് എടുത്ത സമയത്ത് നമ്മുടെ ഇവിടുന്ന് കസ്റ്റമർ സപ്പോർട്ട് വിളിക്കാറ് എന്നാ ക്ലാസ്സിൽ കയറാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് ഫസ്റ്റ് എനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം ഇവർക്ക് എന്താ ഇത് നമ്മൾ മടി വരുമ്പോൾ സ്കിപ്പൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴിങ്ങനെ ചില ദിവസങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത ദിവസം വിളിച്ചിട്ടുണ്ട്. അവർക്ക് മാം പറഞ്ഞു കൊടുത്തതാണോ അങ്ങനെ ഫസ്റ്റ് അതിന് ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറച്ചും കൂടി ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു, എങ്ങനെയുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഭയങ്കര എൻക്വയറീസ് ആണ് ഇവിടുന്ന്. ഈ എൻക്വയറീസ് എല്ലാം എന്താ ഫസ്റ്റ് ഡിസ്റ്റർബിങ് ആണെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോഴത്തേക്കും അതെല്ലാം ഈ ഒരു ഫൈനലി എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ റെക്കോർഡഡ് മെറ്റീരിയൽസ് എല്ലാം റിവൈസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം അതിനകത്ത് പോയിട്ട് ഏത് ദിവസത്തെ ക്ലാസ് ആണെന്നുള്ളത്. നമുക്കറിയാം ഏത് ദിവസം ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തെന്നുള്ളത്. ഇൻ കേസ് അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് കേൾക്കണം തോന്നിക്കഴിഞ്ഞാൽ ക്ലാസ് നമുക്ക് പോയിട്ട് ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുമായിരുന്നു. തുടക്കം മുതൽ ഇപ്പോൾ എക്സാം കഴിയുന്ന വരെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം ഫോളോ അപ്പ് ഒക്കെ ചെയ്തിരുന്നു. ഇത് ഈ ക്ലാസ്സിൽ വിളിച്ച് കയറിയെന്ന് ചോദിക്കുന്നതിന് പകരം റിസൾട്ടും അതേപോലെ തന്നെയായിരുന്നു. എനിക്ക് എക്സാം കഴിഞ്ഞു തൊട്ട് പുറകെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. പിന്നെ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് എന്തായി, വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം, ഞാൻ അറിയുന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. എന്നൊക്കെ ആകാംക്ഷ എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ മറന്നു, 1 month ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പയ്യെ സ്ലോലി ഇങ്ങനെ ബാക്കി കാര്യം കൊണ്ട് വിടുമ്പോൾ ഇവിടുന്ന് മെസ്സേജ് ഒക്കെ വരും, എന്തായി, റിസൾട്ട് ആയോ. അന്ന് ഓൺ ദ ഡേ ഓഫ് റിസൾട്ട് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല റിസൾട്ട് വന്നതൊന്നും കണ്ടില്ലായിരുന്നു. ഇവിടുന്ന് കോൾ ഉണ്ടായിരുന്നു, ഞാൻ കാണുന്നത് ഇവിടുത്തെ മെസ്സേജ് ആയിരുന്നു പാസ്സായി എന്നുള്ളതിൽ. അതിനുശേഷം ഇതേപോലെ 2 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഓക്കെ അല്ലേ, ബാക്കി പ്രോസസിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. കാസ്പറിന് ഇപ്പോൾ ഇനി CPNR എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? ലൈക്ക് ഇത് ഈസി ആണോ, ഇങ്ങനെ പേടിക്കണോ, ടെൻഷൻ അടിച്ച് എഴുതേണ്ട ഒരു സംഭവമാണോ, അത് പഠിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഭവമാണോ? അഫ്കോഴ്സ് സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ കാണും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ CPNR അങ്ങനെ അധികം പേര് എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു സൈറ്റിൽ സിനാറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. നമുക്ക് ചോദിക്കാൻ പറഞ്ഞ ആൾക്കാരില്ല എങ്ങനെയാണുള്ളത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടീമെങ്കിലും ഉണ്ട് നമുക്ക് ചോദിക്കാൻ. അങ്ങനെ ചോദിക്കുവാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ പറയും നൈസ് എക്സാം. എന്താ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഒരു എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഠിച്ചു പോയ കാര്യങ്ങളാണ്. റിവ്യൂ ചെയ്യുക, പുറകെ കുറച്ച് നടന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ബാലികേറാൻ മലയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനിഷ്യലി അങ്ങനെ തോന്നിയിരുന്നു, ബട്ട് വൺസ് നമ്മൾ ഇന്നത്തെ എൻ്റർ ആയി കഴിഞ്ഞ് റിസൾട്ടും കൂടി ആയപ്പോൾ I'm sure. കാസ്പർ എങ്ങനെയായിരുന്നു, ലൈക്ക് എക്സാം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കാസ്പർ? എനിക്ക് 165 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 165 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സിനാറിയോ ബേസ് ആയിട്ട് ഉണ്ടായിരുന്നു, അല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു കണ്ടീഷൻ തന്നിട്ട് ആ കണ്ടീഷൻ ബേസ് ചെയ്ത് ഒരു 5-6 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് ആ 5-6 ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. അതല്ലാതെ സിംഗിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 165 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആലോചിച്ച് എഴുതാനായിട്ടുള്ള സമയം നന്നായിട്ട് കിട്ടുന്നുണ്ട്. 4 hours ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ കാസ്പർ എത്ര നേരം എടുത്തു ആ 4 hours എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ? എനിക്ക് 2 hours വേണ്ടി പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ എന്നാലും ഐ തിങ്ക് കുറച്ചും കൂടി ടൈം എടുക്കണമെങ്കിൽ ടൈം എടുക്കാം. ഇനിയിപ്പോൾ റിവ്യൂ ചെയ്യണമെങ്കിൽ റിവ്യൂ ചെയ്ത് വീണ്ടും നമുക്ക് ആൻസേഴ്സ് എല്ലാം കറക്റ്റണമെന്നോ അതിനുള്ള സമയമുണ്ട്. ഞാൻ അങ്ങനെ പോയില്ലായിരുന്നു. സ്ട്രെസ് വരുന്നില്ല അവർ. നമുക്ക് ഫ്രീ ആയിട്ട് എക്സാം വായിച്ച് സമയം അവരതിനുള്ള സമയ സന്ദർഭം നമുക്ക് തരുന്നുണ്ട്. അവരും അത്രയ്ക്ക് ഹാർഡായിട്ട് പോകുന്നില്ല. ഓൾ ടൈം അവർ റിവ്യൂ ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു സിനാറിയോ അവർ നമുക്ക് ഈസി ആക്കി തരുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണത്. കാസ്പർ അപ്പോൾ എക്സാം സെന്റർ എഡ്യൂഇൻഫോയിലല്ലേ ഉണ്ടായിരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സാം സെന്റർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം സെറ്റായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു ഇവിടെ വന്നിട്ട്. ബിക്കോസ് എല്ലാ കാര്യങ്ങളും ആ റൂമിൻ്റെ അകത്തുകൊണ്ട് ക്യാമറാസും ലാപ്പ് സൈറ്റ് ഇതെല്ലാം അവരെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് അതൊന്ന് ചെക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നു, ടെസ്റ്റ് കയറിയിരുന്നു, എക്സാം എഴുതി, അങ്ങനെയായിരുന്നു. അപ്പോൾ എവരിതിങ് ഓക്കെ ആക്കി ഇവിടെ വെച്ചിരുന്നു. നമുക്ക് സ്വയമേ ഇങ്ങനെ പേടിച്ചിട്ടുണ്ട്, അയ്യോ എന്റെ കണക്ഷൻ പോവോ എന്ന് പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എവരിതിങ് വാസ് സെറ്റ്. പിന്നെ നമുക്കൊരു ഓറിയന്റേഷൻ തന്നു.
വൈഫൈ ഇവിടെ ഇങ്ങനെയാണ്, അത് ഇങ്ങനെ അങ്ങനെ ഓറിയന്റേഷൻ വന്നിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ഒരു ബേജാറാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എവരിത്തിങ് വാസ് സെറ്റ് ചെയ്യുക. അപ്പൊ മൊത്തത്തിൽ എക്സാം സെന്റർ ഇവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് നല്ലതായിരുന്നു. എജുൻ ഫോർ ഈ എക്സാം ഞാൻ പാസ്സാവുന്നുള്ള ഏറ്റവും വലിയ ഒരു 55% എനിക്ക് തോന്നുന്നു ഇവരുടെ എഫേർട്ടാണ്. ഞാൻ അത്രയ്ക്ക് പോലും ഇട്ടിട്ടില്ല. കാരണം പഠിക്കുന്ന സമയത്തായാലും എക്സാമിനായാലും എവരിത്തിങ് ഇവരാണ് കുറച്ചും കൂടി ഒരു കുറച്ചുകൂടി എഫേർട്ട് ഇട്ടേക്കും എനിക്ക് തോന്നിയത്. ബാക്കി എൻ്റെ ഭാഗത്ത് എനിക്ക് കുറച്ചേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഇൻഫോറിയുടെ ഒരു സപ്പോർട്ടായിരുന്നു. ഞാൻ ഈ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തെ എക്സാം ഇപ്പോൾ എഴുതണമെന്നൊക്കെ ഒരു തോട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എഴുതാം, നമുക്ക് ഇത്ര പ്രിപ്പയർ ചെയ്തല്ലോ, നമുക്ക് എഴുതി നോക്കാം, അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അതെല്ലാം ഒരു ഫാക്ടേഴ്സാണ്. ഒരു ബാക്കിംഗ് ഫോഴ്സ് ഉണ്ടായിരുന്നു, ഓൾവേസ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ എൻ്റെ മന്തിലെല്ലാം ബാക്കിംഗ് ഫോഴ്സ് ഉണ്ടായിരുന്നു. കാസ്പറുടെ ഫ്രണ്ട്സിനോ കൊളീഗ്സോ നമ്മുടെ ഇവിടുത്തെ CPNR കോച്ചിങ് റെഫറിയോ? അഫ്കോഴ്സ് നമുക്ക് ഈസിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഉറപ്പുണ്ട്, അപ്പോൾ ഞാൻ ഓഫ്കോഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് കാസ്പറിന്റെ? അഫ്കോഴ്സ് പോകണം. അവിടെ നിന്ന് ഇപ്പോൾ ഒരു ലൈസൻസ് ആയി, പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, പോവാന്നുള്ളത് തന്നെയാണ്. പറക്കുവാനുള്ള പ്ലാനാണ്. പ്ലാൻ തന്നെയാണ്. I wish you all the best and we are so happy that we could be part of your success as well and we have something for you. So let me invite Susan, our Assistant General Manager, to hand over this award to Casper. Thanks, sir. അപ്പോൾ ഇത് കാസ്പർ സാവിയോ നവംബർ 1 നമ്മുടെ ഇവിടെ എക്സാം ആയിരുന്നു. നമ്മുടെ സെന്ററിൽ എക്സാം എഴുതിയതാണ് CPNR. ആള് പാസ്സായി. ആൾക്കൊരു ചെറിയ കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ, പക്ഷെ ആള് പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അവിടെയൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, നമ്മളെ പറഞ്ഞിട്ടു. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ് കാസ്പർ. താങ്ക്സ്. ഉടനെ ട്രൈ ചെയ്യാൻ പറ്റട്ടെ.